PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർച്ച് 9 നടക്കാൻ പോകുന്ന അസിസ്റ്റൻറ്റ് സെക്രട്ടറി എക്സാം എഴുതുന്നവർക്ക് വേണ്ടി ലാസ്റ്റ് നടന്ന അസിസ്റ്റൻറ്റ് സെക്രട്ടറി എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, ദ ബ്രൈറ്റൺ കോപ്പറേറ്റീവ് ബെനവലൻറ്റ് ഫണ്ട് അസോസിയേഷൻ വാസ് ഫോംഡ് ബൈ. The Brighton Cooperative Benevolent Fund Association was formed by options C.R. Fay, Dr. William King, Rockdale Pioneers, Robert Owen. ഏതാണ് ഉത്തരം? ഫോറിൻ കോർപ്പറേഷനിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം ഓപ്ഷൻ ബി, ഡോക്ടർ വില്യം കിങ്. ബ്രൈറ്റൺ കോപ്പറേറ്റീവ് ബെനവലൻറ്റ് ഫണ്ട് അസോസിയേഷൻ സ്ഥാപിച്ചത് ഡോക്ടർ വില്യം കിങ് ആണ്. റോബർട്ട് ഓവനും വില്യം കിങ്ങും ഒക്കെ ഇംഗ്ലണ്ടിലെ കോപ്പറേറ്റീവ് പയനീഴ്സ് ആയിരുന്നു. വില്യം കിങ് ആണ് ഫാദർ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്നറിയപ്പെടുന്നത്. ഫാദർ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഡോക്ടർ വില്യം കിങ് ആണ്. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്, ആദ്യത്തെ സഹകരണ ജേണലായിട്ടുള്ള കോപ്പറേറ്റർ സ്റ്റാർട്ട് ചെയ്തത് വില്യം കിങ് ആണ് 1828. 1828 കോപ്പറേറ്റർ എന്ന ആദ്യത്തെ കോപ്പറേറ്റീവ് ജേണൽ പബ്ലിഷ് ചെയ്തത് ഡോക്ടർ വില്യം കിങ് ആണ്. അടുത്ത ചോദ്യം, ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ICA ഈസ്. ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ICA ഈസ് ഓപ്ഷൻസ് പ്രസിഡന്റ്, സെക്രട്ടറി, ജനറൽ മാനേജർ, ഡയറക്ടർ ജനറൽ. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് സെക്രട്ടറിയാണ്. അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ ചീഫ് എക്സിക്യൂട്ടീവ് മാനേജിംഗ് ഡയറക്ടറാണ്. അങ്ങനെ ICAയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി, ഡയറക്ടർ ജനറൽ. ICAയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഡയറക്ടർ ജനറൽ. ICA എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്. ICA ഫോം ചെയ്തത് 1895 ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ബ്രസൽസിലാണ്. ICA വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ICAയുടെ നിലവിലെ ഡയറക്ടർ ജനറൽ ആരാണ്? ജെറോൺ ഡോഗ്ലസ് ആണ്. ICAയുടെ നിലവിലെ ഡയറക്ടർ ജനറലാണ് ജെറോൺ ഡോഗ്ലസ്. ICAയുടെ പ്രസിഡന്റ് ഏരിയൽ ഗുവാർക്കോ, അർജൻറ്റീനക്കാരനായ ഏരിയൽ ഗുവാർക്കോയാണ് ICAയുടെ നിലവിലെ പ്രസിഡന്റ്. ICAയുടെ വൈസ് പ്രസിഡന്റ് ചന്ദ്രപാൽ സിംഗ് യാദവ്. ICA റോപ്പിൻ്റെ പ്രസിഡന്റും ചന്ദ്രപാൽ സിംഗ് യാദവാണ്. അടുത്ത ചോദ്യം, മോർ ദാൻ 318 ഓർഗനൈസേഷൻസ് ഫ്രം ഡാഷ് കൺട്രീസ് ആർ മെമ്പേഴ്സ് ഓഫ് ICA. More than 318 organizations from dash countries are members of ICA. Options 100, 103, 107, 123. ഉത്തരം 103. 103 രാജ്യങ്ങളിൽ നിന്നുള്ള 318 കൂടുതൽ ഓർഗനൈസേഷൻസ് ICAയുടെ മെമ്പറാണ്. ദി ഡെക്കാൻ അഗ്രികൾച്ചറിസ്റ്റ് റിലീഫ് ആക്ട് വാസ് പാസ്ഡ് ഇൻ. The Deccan Agriculturist Relief Act was passed in 1909, 1979, 1879, 1889. ഡെക്കാൻ അഗ്രികൾച്ചറിസ്റ്റ് റിലീഫ് ആക്ട് പാസ്സായ വർഷമാണ് ചോദിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി, 1879. ഡെക്കാൻ റയോട്ട് നടന്നത് 1874-75 കാലഘട്ടത്തിലാണ്. 1879 ഡെക്കാൻ അഗ്രികൾച്ചറൽ ഡെറ്റ് റിലീഫ് ആക്ട് നിലവിൽ വരുന്നത്. ഡാഷ് കമ്മിറ്റി ഈസ് ഓൾസോ നോൺ ആസ് ദ ഇമ്പീരിയൽ കമ്മിറ്റി ഓൺ കോപ്പറേഷൻ. ഡാഷ് കമ്മിറ്റി ഈസ് ഓൾസോ നോൺ ആസ് ദ ഇമ്പീരിയൽ കമ്മിറ്റി ഓൺ കോപ്പറേഷൻ. ഓപ്ഷൻസ് റോയൽ കമ്മിറ്റി, മക്ലഗാൻ കമ്മിറ്റി, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി, സരയ്യ കമ്മിറ്റി. ഇമ്പീരിയൽ കമ്മിറ്റി ഓൺ കോപ്പറേഷൻ എന്നറിയപ്പെടുന്നത് ഏത് കമ്മിറ്റിയാണ്? ഉത്തരം ഓപ്ഷൻ ബി, മക്ലഗാൻ കമ്മിറ്റി. മക്ലഗാൻ കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്തത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആണ്. അപ്പോയിൻറ്റ് ചെയ്ത വർഷം 1914. റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 1915. മക്ലഗാൻ കമ്മിറ്റിയുടെ മറ്റൊരു പേരാണ് ഇമ്പീരിയൽ കമ്മിറ്റി ഓൺ കോപ്പറേഷൻ. ഫുൾ ഫോം ഓഫ് ക്രാഫിക്കാർഡ്. ഫുൾ ഫോം ഓഫ് ക്രാഫിക്കാർഡ്. ഉത്തരം കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെൻറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ക്രാഫിക്കാർഡ് എവിടെയാണ് നമ്മൾ പഠിച്ചത്? നബാർഡ് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് ക്രാഫിക്കാർഡ്. നബാർഡിനെ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് ക്രാഫിക്കാർഡ്. ക്രാഫിക്കാർഡിനെ അപ്പോയിൻറ്റ് ചെയ്തത് RBI ആണ്. അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ട വർഷം 1979.
1982 നബാർഡ് നിലവിൽ വരുന്നത്. ക്രാഫിക്കാർഡിൻ്റെ ചെയർമാനായിരുന്നു ബി ശിവരാമൻ. ക്രാഫിക്കാർഡിൻ്റെ ഫുൾ ഫോം കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെൻറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ഈസ് റിലേറ്റഡ് ടു ഓപ്ഷൻസ് ക്രെഡിറ്റ് സൊസൈറ്റീസ്, മാർക്കറ്റിംഗ് സൊസൈറ്റീസ്, കൺസ്യൂമർ സൊസൈറ്റീസ്, പാക്സ്. പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ഏത് ടൈപ്പ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി മാർക്കറ്റിംഗ് സൊസൈറ്റീസ്. ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം, പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ഇതൊക്കെ മാർക്കറ്റിംഗ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആക്റ്റീവ് പ്രൈസ് പോളിസി കൺസ്യൂമർ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് അത് ക്രെഡിറ്റ് സൊസൈറ്റീസുമായി ബന്ധപ്പെട്ടതാണ്. ഡബിൾ ലോക്ക് സിസ്റ്റം പാക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ഈസ് റിലേറ്റഡ് ടു മാർക്കറ്റിംഗ് സൊസൈറ്റീസ്. The name of the umbrella organization for the urban cooperative banks inaugurated by the Union Minister for Cooperation on 2nd March 2024 is. The name of the umbrella organization for the urban cooperative banks inaugurated by the Union Minister for Cooperation on 2nd March 2024 is. Options NUCFDC, NFUCB, NFUCB PCS, NAFSUB. ഇതിൽ ഏതാണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ അംബ്രല്ല ഓർഗനൈസേഷൻ എന്ന് അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, NUCFDC. NUCFDC പൂർണ്ണരൂപം നാഷണൽ അർബൻ കോപ്പറേറ്റീവ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. ഇനോഗ്രേറ്റ് ചെയ്തത് അമിത് ഷായാണ് 2024 മാർച്ച് 2. NUCFDCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് മുംബൈയിലാണ്. ഇതാണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ അംബ്രല്ല ഓർഗനൈസേഷൻ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ദ ഡയറി പ്രോഡക്ട്സ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഡെൻമാർക്ക് ആർ സോൾഡ് അണ്ടർ ദ ട്രേഡ് നെയിം. ദ ഡയറി പ്രോഡക്ട്സ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഡെൻമാർക്ക് ആർ സോൾഡ് അണ്ടർ ദ ട്രേഡ് നെയിം റൽ ബ്രാൻഡ്, അർല ഫ്രൂട്ട്സ്, ഡെവോൺ ഡെയിൽ, ലർ ബ്രാൻഡ്. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ലർ ബ്രാൻഡ്. ഡെൻമാർക്കിലെ ഡയറി പ്രോഡക്ട്സ് കോപ്പറേറ്റീവ് ഡയറി പ്രോഡക്ട്സിൻ്റെ ട്രേഡ് നെയിമായിരുന്നു ലർ ബ്രാൻഡ് എന്നത്. ലർ ബ്രാൻഡ് തുടങ്ങിയ വർഷം 1901. ഡെൻമാർക്ക് എന്ന് പറയുന്നത് ലാൻഡ് ഓഫ് അഗ്രികൾച്ചറൽ കോപ്പറേഷനാണ്. അതുപോലെ ഡയറി ഫാം ഓഫ് യൂറോപ്പ് എന്നറിയപ്പെടുന്നത് ഡെൻമാർക്കാണ്. ഡെൻമാർക്കിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇല്ലാത്ത ഒരു കൺട്രി കൂടിയാണ് ഡെൻമാർക്ക്. അടുത്ത ചോദ്യം, NAFED was established in options 1955, 1958, 1965, 1970. NAFED എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം നമുക്കറിയാവുന്നതാണ് 1958 ഒക്ടോബർ 2. NAFED എന്ന് പറയുന്നത് നാഷണൽ ലെവലിലുള്ള മാർക്കറ്റിംഗ് സൊസൈറ്റീസിൻ്റെ അപ്പെക്സ് ഓർഗനൈസേഷനാണ്. NAFEDിൻ്റെ പൂർണ്ണരൂപം നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. NAFED നിലവിൽ വന്നത് 1958 ഒക്ടോബർ 2. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി. ഡാഷ് ഈസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദ മിനിറ്റ്സ് ബുക്ക് ഓഫ് എ സൊസൈറ്റി. Dash is required to maintain the minutes book of a society. Options President, Secretary, RCS, any one of the directors authorized by the board. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മിനിറ്റ്സ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം സെക്രട്ടറിയാണ്. മിനിറ്റ്സ് ബുക്ക് കൈവശം വയ്ക്കുന്നത് സെക്രട്ടറിയാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവാണ് സെക്രട്ടറി. Admission of members and allotment of shares to them are the power of. Admission of members and allotment of shares to them are the power of. Options General Body, President, Board, Secretary. മെമ്പേഴ്സിനെ അഡ്മിറ്റ് ചെയ്യുന്നതും അതുപോലെ ഷെയർസിൻ്റെ അലോട്ട്മെൻറ്റും ഇത് ആരുടെ ഡ്യൂട്ടിയാണ്? മാനേജിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ ഡയറക്ടർ ബോർഡിൻ്റെ ഡ്യൂട്ടിയാണ്. ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ബോർഡ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ബോർഡ്, അതാണ് മാനേജിംഗ് കമ്മിറ്റി. ദ ലാസ്റ്റ് അമെൻമെൻറ്റ് ഇൻ ദ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് മെയ്ഡ് ഓൺ. ദ ലാസ്റ്റ് അമെൻമെൻറ്റ് ഇൻ ദ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് മെയ്ഡ് ഓൺ. ഓപ്ഷൻസ്
2023 ഓഗസ്റ്റ് 4, 2023 ഓഗസ്റ്റ് 3, 2022 ജൂൺ 4, 2023 ജൂൺ 4. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2023 ഓഗസ്റ്റ് 3. 2023 ഓഗസ്റ്റ് 3-നാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അവസാനം അമെൻഡ് ചെയ്തത്. മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന പേരിലാണ് 1942 ഈ ഒരു ആക്ട് നിലവിൽ വരുന്നത്. 1984 ഇത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റായി. അതിനുശേഷം 2002 അമെൻഡ് ചെയ്തു. ഫൈനലി അമെൻഡ് ചെയ്തത് 2023 ഓഗസ്റ്റ് 3-നാണ്. അടുത്ത ചോദ്യം, ദ ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ ഓപ്ഷൻസ് 1873, 1883, 1884, 1904. ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്ട് പാസ്സായ വർഷമാണ് ചോദിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി 1883. നമ്മൾ നേരത്തെ പറഞ്ഞു ഡക്കാൻ അഗ്രികൾച്ചറൽ ഡെറ്റ് റിലീഫ് ആക്ട് വന്ന വർഷം 1879 1883 ലൈല അതായത് ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്ട് നിലവിൽ വരുന്നത്. 1884 അഗ്രികൾച്ചറൽ ലോൺ ആക്ട് നിലവിൽ വരുന്നത്. അപ്പോൾ 1883 ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്റ്റും 1884 അഗ്രികൾച്ചറൽ ലോൺ ആക്റ്റും രണ്ടിനെയും കൂടി കമ്പൈൻ ചെയ്ത് പറയുന്നതാണ് തക്കാവി ലോസ്. ദ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം വാസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ഓപ്ഷൻസ് NCHF, NCUI, NDDB, NCDC. ഉത്തരം ഓപ്ഷൻ സി NDDB. ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്തത് NDDB ആണ്. ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാമാണ് വൈറ്റ് റെവല്യൂഷൻ എന്നറിയപ്പെടുന്നത്. NDDB നിലവിൽ വന്നത് 1965 ഹെഡ് ക്വാർട്ടേഴ്സ് ഗുജറാത്തിലെ ആനന്ദ്. ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാമിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യനാണ്. ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ എന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യനാണ്. ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം 3 ഫേസിൽ നടന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം നടന്നത് 1970 ജൂലൈ 1-നാണ്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് 1970 ജൂലൈ 1-നാണ്. അപ്പോൾ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്തത് NDDB ആണ്. NDDB നിലവിൽ വന്ന വർഷം 1965. NDDB ആക്ട് വരുന്നത് 1987. The National Cooperative Consumer Federation അഥവാ NCCF was established on The National Cooperative Consumer Federation or NCCF was established on options 15th January 1996, 26th December 1965, 16th October 1965, 16th October 1966. ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി 16th October 1965. 1965 ഒക്ടോബർ 16-നാണ് NCCF അല്ലെങ്കിൽ നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ നിലവിൽ വന്നത്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. NCCF എന്ന് പറയുന്നത് നാഷണൽ ലെവലിലുള്ള കൺസ്യൂമർ സൊസൈറ്റീസിൻ്റെ അപ്പെക്സ് ഓർഗനൈസേഷനാണ്. നാഷണൽ ലെവലിൽ 4 ടയർ സ്ട്രക്ചറാണ് കൺസ്യൂമർ സൊസൈറ്റീസ്. കേരളത്തിലെ മാത്രം ചോദിക്കുകയാണെങ്കിൽ 3 ടയർ സ്ട്രക്ചർ. അപ്പെക്സ് ലെവലിൽ കൺസ്യൂമർ ഫെഡ്, മിഡിൽ ലെവലിൽ കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോർ, പ്രൈമറി ലെവലിൽ പ്രൈമറി കൺസ്യൂമർ സൊസൈറ്റീസ്. അപ്പം NCCF നിലവിൽ വന്നത് 1965 ഒക്ടോബർ 16-നാണ്. ഫങ്ഷനിങ് സ്റ്റാർട്ട് ചെയ്തത് 1966-ലാണ്. മാക്സിമം എമൗണ്ട് ഓഫ് അസിസ്റ്റൻസ് അണ്ടർ ദ റിസ്ക് ഫണ്ട് സ്കീം ഈസ് ഓപ്ഷൻസ് ₹1 lakh, ₹2 lakhs, ₹3 lakhs, ₹1.25 lakhs. റിസ്ക് ഫണ്ട് സ്കീമിൽ നിന്ന് അനുവദിക്കുന്ന മാക്സിമം എമൗണ്ട് ഓപ്ഷൻ സി 3 lakhs ആണ്. റിസ്ക് ഫണ്ട് സ്കീം എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ലോൺ കൊടുക്കുമ്പം ഒരു നിശ്ചിത ശതമാനം പിടിച്ചു വെച്ചിട്ട് ബാക്കിയാണ് കൊടുക്കാറ്. ഈ പിടിച്ചു വെച്ചത് കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീമിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 57D.
സെക്ഷൻ 57 പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സ്, 57A കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട്, 57B ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം, 57C കൺസോഷ്യം ലെൻഡിംഗ് സ്കീം, 57D കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം. 57E 2023 അമെൻമെൻറ്റ് ആക്ട് പ്രകാരം കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു സെക്ഷനാണ്. അതെന്താണ്? കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം. സെക്ഷൻ 57E കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം. കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീമിൽ നിന്നും ലഭിക്കാവുന്ന മാക്സിമം അസിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 ലക്ഷം രൂപയാണ്. അടുത്ത ചോദ്യം, ദ ഫസ്റ്റ് പ്രോജക്റ്റ് ഓഫ് ICDP ഇൻ കേരള വാസ് ഇംപ്ലിമെൻറ്റഡ് ഇൻ 1987 to 1988 in dash district. The first project of ICDP in Kerala was implemented in 1987 to 1988 in dash district. Options പാലക്കാട്, വയനാട്, ഇടുക്കി, കാസർഗോഡ്. ICDP അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ആദ്യം ഇംപ്ലിമെൻ്റ് ചെയ്ത ജില്ല ഏതാണ്? വയനാടാണ്. നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ ആദ്യം വയനാട് ജില്ലയിലും ഇന്ത്യയിൽ ആദ്യം വെസ്റ്റ് ബംഗാളിലെ നാദിയ ഡിസ്ട്രിക്റ്റിലുമാണ്. ICDP എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് NCDC ആണ്. 1987-88 ഇത് സ്റ്റാർട്ട് ചെയ്തത്. എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണെന്ന് ചോദിച്ചാൽ അത് 7ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ടയർ 2 ക്യാപിറ്റൽ? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ടയർ 2 ക്യാപിറ്റൽ? ഓപ്ഷൻസ് അൺഡിസ്ക്ലോസ്ഡ് റിസർവ്സ്, റീവാലുവേഷൻ റിസർവ്സ്, ഇന്നവേറ്റീവ് പെർപെക്ച്വൽ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്, സബോർഡിനേറ്റഡ് ടേം ഡെറ്റ്. ടയർ 2 ക്യാപിറ്റലിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി, ഇന്നവേറ്റീവ് പെർപെക്ച്വൽ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്. ടയർ 2 ക്യാപിറ്റലിൽ ഉൾപ്പെടാത്തതാണ് ഇന്നവേറ്റീവ് പെർപെക്ച്വൽ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്. ടയർ 1 ക്യാപിറ്റലും ടയർ 2 ക്യാപിറ്റലും CRAR കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. CRAR കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഫോർമുലയാണ് ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ റിസ്ക് വെയ്റ്റഡ് അസറ്റ് എന്നത്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ടയർ 1 ക്യാപിറ്റലും ടയർ 2 ക്യാപിറ്റലും ഉൾപ്പെടുന്നതാണ്. ടയർ 1 ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അത് ബാങ്കിൻ്റെ കോർ ക്യാപിറ്റലാണ്. അതിൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റിയും അതുപോലെ റീറ്റെയിൻഡ് ഏർണിങ്സുമാണ് വരുന്നത്. ടയർ 2 ക്യാപിറ്റലിൽ വരുന്നത്, ടയർ 2 ക്യാപിറ്റൽ എന്ന് പറയുന്നത് സപ്ലിമെൻ്ററി ക്യാപിറ്റലാണ്. അതായത് റീവാലുവേഷൻ റിസർവ്സ്, ഹൈബ്രിഡ് ക്യാപിറ്റൽ ഇൻസ്ട്രുമെൻറ്റ്സ്, സബോർഡിനേറ്റഡ് ടേം ഡെറ്റ്, ജനറൽ ലോൺ ലോസ് റിസർവ് ആൻഡ് അൺഡിസ്ക്ലോസ്ഡ് റിസർവ്സ്. ടയർ 2 ക്യാപിറ്റലിൽ ഉൾപ്പെടുന്നത് റീവാലുവേഷൻ റിസർവ്സ്, ഹൈബ്രിഡ് ക്യാപിറ്റൽ ഇൻസ്ട്രുമെൻറ്റ്സ്, സബോർഡിനേറ്റഡ് ടേം ഡെറ്റ്, ജനറൽ ലോൺ ലോസ് റിസർവ് ആൻഡ് അൺഡിസ്ക്ലോസ്ഡ് റിസർവ്സ്. അപ്പം ടയർ 2 ക്യാപിറ്റലിൽ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഉൾപ്പെടാത്തത് ഇന്നവേറ്റീവ് പെർപെക്ച്വൽ ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. The certificate issued by the notary public on behalf of a dishonored bill is known as. The certificate issued by the notary public on behalf of a dishonored bill is known as. Options protest, debit note, endorsement, none of these. ഏതാണ് ഉത്തരം? ഓപ്ഷൻ എ, പ്രൊട്ടസ്റ്റ്. ഒരു ബില്ല് ഡിസോണർ ആവുമ്പം നോട്ടറി പബ്ലിക് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റാണ് പ്രൊട്ടസ്റ്റ്. നോട്ടറി പബ്ലിക് അത് റെക്കോർഡ് ചെയ്യുന്നതിനെ നോട്ടിംഗ് എന്നാണ് പറയുന്നത്. അതിനൊരു സർവീസ് ചാർജ് നോട്ടറി പബ്ലിക്കിന് കൊടുക്കേണ്ടതുണ്ട്. അതിനെ നോട്ടിംഗ് ചാർജസ് എന്ന് പറയുന്നു. നോട്ടിംഗ് ഫോറിൻ ബിൽസിന് കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ടതാണ്. ദ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ദ നോട്ടറി പബ്ലിക് ഓൺ ബിഹാഫ് ഓഫ് എ ഡിസോണേഡ് ബിൽ ഈസ് നോൺ ആസ് പ്രൊട്ടസ്റ്റ്. Trial balance is prepared to check. Trial balance is prepared to check. Options profit of the society, loss of the society, the mathematical accuracy of the accounts, none of the above. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? അരിത്തമെറ്റിക്കൽ ആക്യുറസി അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഉത്തരം ഓപ്ഷൻ സി, ദ മാത്തമാറ്റിക്കൽ ആക്യുറസി ഓഫ് ദ അക്കൗണ്ട്സ്. Accrual system of accounting is more appropriate for dash societies. Accrual system of accounting is more appropriate for dash societies. Options large sized, small sized, medium sized, none of the above. Accrual system of accounting ഏത് ടൈപ്പ് സൊസൈറ്റികൾക്കാണ്
കൂടുതൽ സ്യൂട്ട് ആവുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ, ലാർജ് സൈസ്ഡ് സൊസൈറ്റീസ്. ലാർജ് സൈസ്ഡ് സൊസൈറ്റീസിന് കൂടുതൽ ആപ്റ്റ് ആവുന്നത് അക്രൂവൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ് ആണ്. The rule of representative personal account is correctly specified in which of the following? The rule of representative personal account is correctly specified in which of the following? Options: debit the giver. Option B, credit the receiver. Option C, debit the receiver and credit the giver. Option D, none of the above. പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താണെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി, ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. പേഴ്സണൽ അക്കൗണ്ടിൻ്റെ അക്കൗണ്ടിങ് റൂളാണ് ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. റിയൽ അക്കൗണ്ട് ആണെങ്കിൽ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. നോമിനൽ അക്കൗണ്ട് ആണെങ്കിൽ ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻസ്. When the goods are returned to the supplier on account of damage in transit or any other reason, dash is made out in duplicate. When the goods are returned to the supplier on account of damage in transit or any other reason, dash is made out in duplicate. Options: invoice, debit note, credit note, none of the above. അതായത് സപ്ലയർക്ക് ഗുഡ്സ് റിട്ടേൺ വരികയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ഡോക്യുമെൻ്റാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി, ഡെബിറ്റ് നോട്ട്. സപ്ലയർ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, പർച്ചേസ് റിട്ടേണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, കസ്റ്റമർ സെയിൽസ് അല്ലെങ്കിൽ സെയിൽസ് റിട്ടേണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പർച്ചേസ് റിട്ടേൺ ആണെങ്കിൽ ഡെബിറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യണം, സെയിൽസ് റിട്ടേൺ ആണെങ്കിൽ ക്രെഡിറ്റ് നോട്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. പ്രീപെയ്ഡ് ഇൻഷുറൻസ് എമൗണ്ട് ഈസ് എ ഡാഷ് അക്കൗണ്ട്. Prepaid insurance amount is a dash account. Nominal account, personal account, real account, none of the above. ഏതാണ് പ്രീപെയ്ഡ് ഇൻഷുറൻസ് എമൗണ്ട്? എന്ത് തരം അക്കൗണ്ട് ആണ് അത്? പേഴ്സണൽ അക്കൗണ്ട് ആണ്. അതായത് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ടിൽ വരുന്നതാണ് പ്രീപെയ്ഡ് എക്സ്പെൻസും ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസും ഒക്കെ. പ്രീപെയ്ഡ് ഇൻഷുറൻസ് എമൗണ്ട് ഈസ് എ പേഴ്സണൽ അക്കൗണ്ട്. ഡാഷ് ഈസ് ദ ബുക്ക് ഓഫ് സെക്കൻഡ് എൻട്രി. Dash is the book of second entry. Options: journal, ledger, cash book, none of the above. ബുക്ക് ഓഫ് സെക്കൻഡ് എൻട്രി എന്ന് പറയുന്നത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ലെഡ്ജർ. ബുക്ക് ഓഫ് പ്രൈം എൻട്രി എന്ന് പറയുന്നത് ജേണലാണ്. പ്രൈം എൻട്രി അല്ലെങ്കിൽ ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നത് ജേണൽ. ബുക്ക് ഓഫ് സെക്കൻഡ് എൻട്രി അല്ലെങ്കിൽ കിങ് ഓഫ് ബുക്സ് എന്നൊക്കെ പറയുന്നത് ലെഡ്ജറാണ്. Accounting Standard Board is established by. Accounting Standard Board is established by. Options: Government of India, Institute of Chartered Accountants of India, Reserve Bank of India, none of the above. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. The assets of a society can be ascertained by preparing dash. The assets of a society can be ascertained by preparing dash. Options: trial balance, profit and loss account, balance sheet, none of the above. അസറ്റ് അസർട്ടൈൻ ചെയ്യുന്നതിന് ഏതാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ സി, ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ നിന്ന് നമുക്ക് അസറ്റ് അസർട്ടൈൻ ചെയ്യാൻ കഴിയും. ഫൈനൽ അക്കൗണ്ട് കൺസിസ്റ്റ് ഓഫ്. Final account consists of. Options: trial balance and balance sheet, profit and loss account, trading account, profit and loss account and balance sheet, money market account. ഏതാണ് ഫൈനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഇത് മൂന്നിനെയുമാണ് ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് ഓൺ ദ ബേസിസ് ഓഫ്. Closing stock is valued on the basis of. Options: cost price, market price, cost price and market price, whichever is less. Option D, all of the above. Closing stock വാല്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ്, whichever is less. In order to ascertain the financial position of a cooperative institution, dash is prepared. In order to ascertain the financial position of a cooperative institution, dash is prepared. Trial balance, profit and loss account, balance sheet, liability.
ഫിനാൻഷ്യൽ പൊസിഷൻ അസർട്ടൈൻ ചെയ്യുന്നതിന് ഏതാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഓപ്ഷൻ സി ബാലൻസ് ഷീറ്റാണ് ഉത്തരം. നേരത്തെ നമ്മൾ പറഞ്ഞു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഫിനാൻഷ്യൽ പൊസിഷൻ അസർട്ടൈൻ ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത് ബാലൻസ് ഷീറ്റാണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ കറൻറ്റ് ലയബിലിറ്റി? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ കറൻറ്റ് ലയബിലിറ്റി? ഓപ്ഷൻസ്: ക്യാഷ് ക്രെഡിറ്റ് ഓഫ് ₹50,000 ഫോർ 11 months, മോർഗേജ് ഓഫ് ₹1 crore ഫോർ എ പീരീഡ് ഓഫ് 10 years, SC ലോൺ ഫ്രം ഗവൺമെൻറ്, നൺ ഓഫ് ദ എബവ്. ഈ തന്നിരിക്കുന്നതിൽ കറൻറ്റ് ലയബിലിറ്റി ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ക്യാഷ് ക്രെഡിറ്റ് ഓഫ് ₹50,000 ഫോർ 11 months. 11 months എന്ന് പറയുമ്പം ഒരു വർഷത്തിനുള്ളിലാണ് വരുന്നത്. അതായത് ഒരു വർഷത്തിനുള്ളിൽ ഉള്ളിൽ കൊടുത്തു തീർക്കേണ്ട ലയബിലിറ്റിനെ കറൻറ്റ് ലയബിലിറ്റി എന്ന് പറയും. അപ്പം ഓപ്ഷൻ എ ആണ് ഉത്തരം. ക്യാഷ് ക്രെഡിറ്റ് ഓഫ് ₹50,000 ഫോർ 11 months. ഓഫീസ് റെൻറ്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ഈസ്. ഓഫീസ് റെൻറ്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ഈസ്. ഓപ്ഷൻസ്: റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, നൺ ഓഫ് ദ എബവ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഓഫീസ് റെൻറ്റ് അഡ്വാൻസ് ആയിട്ട് കൊടുത്തു. അത് എത്ര വർഷത്തേക്ക് കൊടുത്തു എന്ന് പറയുന്നില്ല. അപ്പം ഒന്നിൽ കൂടുതൽ വർഷങ്ങളിൽ ആ ഒരു ട്രാൻസാക്ഷൻ്റെ എഫക്റ്റ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. കോപ്പിറൈറ്റ് ഓഫ് എ ബുക്ക് ഈസ് ഡാഷ് അസറ്റ്. കോപ്പിറൈറ്റ് ഓഫ് എ ബുക്ക് ഈസ് ഡാഷ് അസറ്റ്. ഓപ്ഷൻസ്: ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്, ഫിക്റ്റീഷ്യസ് അസറ്റ്, നൺ ഓഫ് ദ എബവ്. ഉത്തരം ഓപ്ഷൻ ബി ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് വെച്ചാൽ നമുക്ക് കാണാനോ തൊടാനോ പറ്റാത്ത അസറ്റാണ്. ഗുഡ്വിൽ, പേറ്റൻറ്റ്, കോപ്പിറൈറ്റ് ഇതെല്ലാം ഇൻടാഞ്ചിബിൾ അസറ്റിന് ഉദാഹരണമാണ്. ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ നേരെ വിപരീതമാണ്. നമുക്ക് അതിലാണ് ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും ഒക്കെ വരുന്നത്. ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറഞ്ഞാൽ റിയലൈസബിൾ വാല്യൂ ഇല്ലാത്ത അസറ്റാണ്. അതായത് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു ഭാഗം എല്ലാ വർഷവും റൈറ്റ് ഓഫ് ചെയ്യുകയും റൈറ്റ് ഓഫ് ചെയ്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു. ബാലൻസ് ഉള്ളത് ഫിക്റ്റീഷ്യസ് അസറ്റായിട്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കും. അപ്പോൾ കോപ്പിറൈറ്റ് ഓഫ് എ ബുക്ക് ഈസ് ഡാഷ് അസറ്റ് എന്നത് ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ. ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ. ഓപ്ഷൻസ്: വർക്കിംഗ് ക്യാപിറ്റൽ, ടോട്ടൽ സെയിൽസ്, മാർക്ക് സെക്യൂർഡ്, ഓൾ ഓഫ് ദ എബവ്. ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടത്തുന്നത്? മാർക്സ് സെക്യൂർഡ്. ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കും കിട്ടിയ മാർക്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ഓഡിറ്ററാണ് ചെയ്യുന്നത്. മാർക്സ് സെക്യൂർഡിൻ്റെ ബേസിസിൽ 4 ടൈപ്പായിട്ട് ക്ലാസിഫിക്കേഷൻ നടത്താം. അതായത് 60 മാർക്കിന് മുകളിലാണെങ്കിൽ എ കാറ്റഗറിയും 59 മുതൽ 49 വരെ, അതായത് 50 വരെയാണെങ്കിൽ അത് ബി കാറ്റഗറിയാണ്. 50നും 35നും ഇടയിലാണെങ്കിൽ സി കാറ്റഗറിയാണ്. 35ൽ താഴെയാണെങ്കിൽ അത് ഡി കാറ്റഗറിയിലാണ് വരുന്നത്. അങ്ങനെ എ ബി സി ഡി 4 കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. മാർക്സ് സെക്യൂർഡിൻ്റെ ബേസിസിൽ ഇത് ചെയ്യുന്നത് ഓഡിറ്ററാണ്. വെൻ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് ഈസ് റെക്കോർഡഡ് ഇൻ വേജസ് അക്കൗണ്ട്, it is dash error. When advertisement expense is recorded in wages account, it is dash error. Options: technical, principal, clerical, compensating. അതായത് ഇൻഡയറക്റ്റ് എക്സ്പെൻസിനെ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് റെക്കോർഡ് ചെയ്തു. ഇത് എന്ത് ടൈപ്പ് എറർ ആണെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി എറർ ഓഫ് പ്രിൻസിപ്പിൾ. ഡാഷ് ഈസ് ദ ആക്ഷൻ ടേക്കൺ ബൈ ദ ഓഡിറ്റർ ടു കൺഫേം ദ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഓഫ് ആൻ അസറ്റ്. Dash is the action taken by the auditor to confirm the physical existence of an asset. Options: valuation, amortization, verification, none of the above. ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി വെരിഫിക്കേഷൻ. അസറ്റിൻ്റെ ഫിസിക്കൽ എക്സിസ്റ്റൻസ് കൺഫേം ചെയ്യുന്നതിനെ വെരിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റുമായി ബന്ധപ്പെട്ട ഡിപ്രീസിയേഷൻ മെത്തേഡാണ്. അപ്പോൾ ഡാഷ് ഈസ് ആക്ഷൻ ടേക്കൺ ബൈ ദ ഓഡിറ്റർ ടു കൺഫേം ദ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഓഫ് ആൻ അസറ്റ് ഈസ് വെരിഫിക്കേഷൻ. ഡാഷ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഹാൻഡ് ബുക്ക് ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റർ. ഡാഷ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഹാൻഡ് ബുക്ക് ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റർ. ഓപ്ഷൻസ്: ഓഡിറ്റ് നോട്ട്,
ഓഡിറ്റ് മാനുവൽ, വർക്കിംഗ് പേപ്പേഴ്സ്, ഓൾ ഓഫ് ദ എബവ്. ഉത്തരം ഓപ്ഷൻ ബി ഓഡിറ്റ് മാനുവൽ. ഓഡിറ്ററുടെ ഹാൻഡ് ബുക്ക് എന്ന് പറയുന്നത് ഓഡിറ്റ് മാനുവലാണ്. ഓഡിറ്റ് മാനുവൽ ഓരോ 5 വർഷം കൂടുമ്പോഴും DCA രജിസ്ട്രാറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് റിവൈസ് ചെയ്യണം. ഓഡിറ്റ് മാനുവലാണ് ഓഡിറ്റേഴ്സിൻ്റെ ഹാൻഡ് ബുക്ക് എന്ന് പറയുന്നത്. മെക്കാനിക്കൽ ഓഡിറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ് ഓഡിറ്റ്. മെക്കാനിക്കൽ ഓഡിറ്റ് ഈസ് ഓൾസോ ആസ് ഡാഷ് ഓഡിറ്റ്. ഓപ്ഷൻസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്, ഫിനാൻഷ്യൽ ഓഡിറ്റ്, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, കൺകറൻറ്റ് ഓഡിറ്റ്. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഫിനാൻഷ്യൽ ഓഡിറ്റ്. മെക്കാനിക്കൽ ഓഡിറ്റിനെയാണ് ഫിനാൻഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓഡിറ്റിങ്ങിൽ 4 പ്രോസസ്സ് വരുന്നുണ്ട്. ഫസ്റ്റ് മെക്കാനിക്കൽ ഓഡിറ്റ് ഓർ ഫിനാൻഷ്യൽ ഓഡിറ്റ്, രണ്ടാമത്തേത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്, മൂന്നാമത്തേത് പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, നാലാമത്തേത് പ്രിപ്പറേഷൻ ആൻഡ് സബ്മിഷൻ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. മെക്കാനിക്കൽ ഓഡിറ്റിനെയാണ് ഫിനാൻഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഡാഷ് ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ഓഡിറ്റ്. ഡാഷ് ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ഓഡിറ്റ്. ഓപ്ഷൻസ് വെരിഫിക്കേഷൻ, ചെക്കിംഗ്, റുട്ടീൻ ചെക്കിംഗ്, വൗച്ചിങ്. ഉത്തരം ഓപ്ഷൻ ഡി വൗച്ചിങ്. ഓഡിറ്റിങ്ങിൻ്റെ ലൈഫ് ബ്ലഡ്, എസൻസ്, ബാക്ക് ബോൺ എന്നൊക്കെ പറയുന്നത് വൗച്ചിങ് ആണ്. ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റെസീറ്റ് ആൻഡ് ഡിസ്പേഴ്സ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ്. ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റെസീറ്റ് ആൻഡ് ഡിസ്പേഴ്സ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ്. ഓപ്ഷൻസ് ജനറൽ ലെഡ്ജർ, ഡേ ബുക്ക്, സ്പെഷ്യൽ ലെഡ്ജർ, ഓൾ ഓഫ് ദ എബവ്. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ജനറൽ ലെഡ്ജർ. അതായത് ഒരു സൊസൈറ്റിയിൽ ട്രാൻസാക്ഷൻസ് ആദ്യം റെക്കോർഡ് ചെയ്യുന്നത് ഡേ ബുക്കിലാണ്. ക്യാഷ് ആൻഡ് നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഡേ ബുക്കിൽ റെക്കോർഡ് ചെയ്യും. അവിടെ നിന്ന് ജനറൽ ലെഡ്ജറിലേക്ക് പോകും. ജനറൽ ലെഡ്ജറിൽ നിന്ന് റെസീറ്റ് ആൻഡ് ഡിസ്പേഴ്സ്മെൻറ്റ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യുന്നത്. റെസീറ്റ് ആൻഡ് ഡിസ്പേഴ്സ്മെൻറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ R&D സ്റ്റേറ്റ്മെൻറ്റ് ട്രയൽ ബാലൻസ് പോലെയാണ് കണക്കാക്കുന്നത്. ഈ റെസീറ്റ് ആൻഡ് ഡിസ്പേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നാണ് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ദ വർക്കിംഗ് പ്രോഗ്രസ് ഈസ് വാല്യൂഡ് അറ്റ്. ദ വർക്കിംഗ് പ്രോഗ്രസ് ഈസ് വാല്യൂഡ് അറ്റ്. ഓപ്ഷൻസ് മാർക്കറ്റ് പ്രൈസ്, കോസ്റ്റ് പ്രൈസ്, എബവ് കോസ്റ്റ് പ്രൈസ്, ബിലോ കോസ്റ്റ് പ്രൈസ്. ഉത്തരം ഓപ്ഷൻ ബി കോസ്റ്റ് പ്രൈസ്. നേരത്തെ നമ്മൾ പറഞ്ഞു ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ നടത്തുന്നത് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്, അത് പ്രകാരമാണ്. വർക്കിംഗ് പ്രോഗ്രസിൻ്റെ വാല്യുവേഷൻ നടത്തുന്നത് കോസ്റ്റ് പ്രൈസ് അനുസരിച്ചാണ്. ഡാഷ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ചെക്കിംഗ് ഓഫ് കാൽക്കുലേഷൻ ഓഫ് ബിൽസ്, കാസ്റ്റിംഗ് ഓഫ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി, പോസ്റ്റിംഗ് ഇൻ ടു ലെഡ്ജർ എക്സെട്ര. Dash constitutes checking of calculations of bills, casting of books of original entry, posting into ledger, etc. Options test checking, test audit, routine checking, all of the above. ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി റുട്ടീൻ ചെക്കിംഗ്. അതായത് കാസ്റ്റിംഗ് ആൻഡ് പോസ്റ്റിങ്ങിൻ്റെ ചെക്കിംഗ് നടത്തുന്നത് ഏതാണ്? റുട്ടീൻ ചെക്കിങ്ങിലാണ്. ടെസ്റ്റ് ചെക്കിംഗ് നടത്തുന്നത് ഹോമോജീനിയസ് ട്രാൻസാക്ഷൻസ് വരുമ്പോഴാണ്. ടെസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഡിറ്റ് ആണ്. ടെസ്റ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് an ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അസിസ്റ്റൻറ്റ് ഡയറക്ടർ. അസിസ്റ്റൻറ്റ് ഡയറക്ടറിൻ്റെ റാങ്കിൽ കുറയാത്ത ഒരാളാണ്, ഒരു ഓഫീസറാണ് ടെസ്റ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. റുട്ടീൻ ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ ചെക്കിംഗ് ഓഫ് കാസ്റ്റിംഗ് ആൻഡ് പോസ്റ്റിംഗ് ആണ്. ഡാഷ് ഈസ് എ മെത്തേഡ് ഓഫ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ്. ഡാഷ് ഈസ് എ മെത്തേഡ് ഓഫ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ്. ഓപ്ഷൻസ് അണ്ടർ വാല്യുവേഷൻ ഓഫ് ലയബിലിറ്റീസ്, വിൻഡോ ഡ്രസ്സിംഗ്, ലാപ്പിംഗ്, ഓവർ ചാർജിങ്, ഡിപ്രീസിയേഷൻ. ഈ തന്നിരിക്കുന്നവയിൽ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ് ഇതിൻ്റെ മെത്തേഡ് ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ലാപ്പിംഗ്. ലാപ്പിങ്ങിനെ തന്നെയാണ് ടീമിംഗ് ആൻഡ് ലാഡിംഗ് എന്ന് പറയുന്നത്. അതായത് ക്യാഷിൻ്റെ റെസീറ്റ്സ് പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യാതിരിക്കുക, അങ്ങനെ ക്യാഷിൽ ഷോർട്ടേജ് വരിക, അങ്ങനത്തെ ക്യാഷിൻ്റെ മിസ്അപ്രോപ്രിയേഷനെയാണ് ടീമിംഗ് ആൻഡ് ലാഡിംഗ് ഓർ ലാപ്പിംഗ് എന്ന് പറയുന്നത്. ഫൈനൽ ഓഡിറ്റ് ഈസ് ഓൾസോ നോൺ ആസ്. ഫൈനൽ ഓഡിറ്റ് ഈസ് ഓൾസോ നോൺ ആസ്. ഓപ്ഷൻസ് പീരിയോഡിക്കൽ ഓഡിറ്റ്, കൺകറൻറ്റ് ഓഡിറ്റ്, ഇൻറ്റേർണൽ ഓഡിറ്റ്, നോൺ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. ഫൈനൽ ഓഡിറ്റിന് പറയുന്ന മറ്റൊരു പേര് എന്താണ്? ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ പീരിയോഡിക്കൽ ഓഡിറ്റ്. പീരിയോഡിക്കൽ ഓഡിറ്റ്, ആനുവൽ ഓഡിറ്റ് എന്നൊക്കെ പറയുന്നത് ഫൈനൽ ഓഡിറ്റാണ്. കൺകറൻറ്റ് ഓഡിറ്റിൻ്റെ മറ്റൊരു പേരാണ് കണ്ടിന്യൂസ് ഓഡിറ്റ്. ഇൻറ്റേർണൽ ഓഡിറ്റിൻ്റെ മറ്റൊരു പേരാണ് ഓപ്പറേഷണൽ ഓഡിറ്റ്.
Registration fees to be remitted by a Vanida Cooperative Society having its area of operation confined to more than one taluk. Registration fees to be remitted by a Vanida Cooperative Society having its area of operation confined to more than one taluk. Options: rupees 100, rupees 500, rupees 2000, rupees 4000. ഉത്തരം ഓപ്ഷൻ ബി rupees 500. വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് ഏരിയ ഓഫ് ഓപ്പറേഷൻ നോക്കേണ്ടതില്ല, അത് 500 റുപ്പീസാണ്. അതുപോലെ SC/ST സൊസൈറ്റീസിൻ്റെയും രജിസ്ട്രേഷൻ ഫീസ് 500 രൂപയാണ്. സ്കൂൾ കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് 100 രൂപ. മറ്റ് സൊസൈറ്റി ആണെങ്കിൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒരു താലൂക്കിനുള്ളിലാണെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് 2000 രൂപയും ഒരു താലൂക്കിനേക്കാൾ കൂടുതലും ഒരു ജില്ലയ്ക്ക് ഉള്ളിലുമാണെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് 4000 രൂപയാണ്. ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒരു ജില്ലയാണെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് 5000 രൂപയാണ്. ഒരു ജില്ലയ്ക്ക് മുകളിലുണ്ടെങ്കിൽ ജില്ലയിൽ കൂടുതലുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് 10000 രൂപയാണ്. എന്നാൽ വനിത SC/ST സൊസൈറ്റികൾക്ക് ഈ ഏരിയ ഓഫ് ഓപ്പറേഷൻ നോക്കേണ്ടതില്ല, 500 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. സ്കൂൾ കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് 100 രൂപയും. അടുത്തത്, എനി കാഷ്വൽ വേക്കൻസി എറൈസസ് ഇൻ ദ ഇലക്റ്റഡ് കമ്മിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി ഫിൽഡ് അപ്പ് dash if the remaining term of the board is less than half of its original term. Any casual vacancy arise in the elected committee of a cooperative society shall be filled up dash if the remaining term of the board is less than half of its original term. Options: nomination by the managing committee, nomination by the registrar, nomination by state cooperative election commission, and option D, election. ഏതാണ് ഉത്തരം ഓപ്ഷൻ എ, നോമിനേഷൻ ബൈ ദ മാനേജിംഗ് കമ്മിറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഇലക്റ്റഡ് കമ്മിറ്റിയിലെ കാഷ്വൽ വേക്കൻസി ഒറിജിനൽ ടേമിൻ്റെ പകുതിയിൽ താഴെയാണെങ്കിൽ അത് നോമിനേഷനിലൂടെ ഫില്ല് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ആരുടെ നോമിനേഷൻ ആണ് എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം നോമിനേഷൻ ബൈ ദ മാനേജിംഗ് കമ്മിറ്റി. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ആൻ അജണ്ട ഓഫ് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്? Which one of the following is not an agenda of annual general body meeting? Options: disposal of net profit, amendment of bylaws, expulsion of a member, approval of audit certificate and annual report. ഇതിൽ ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിൻ്റെ അജണ്ട ആവാൻ സാധ്യത ഇല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, എക്സ്പൾഷൻ ഓഫ് എ മെമ്പർ. ഒരു മെമ്പറെ എക്സ്പെൽ ചെയ്യുന്നത് ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിലല്ല, അത് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടിയിട്ടാണ്. സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടിയിട്ടാണ് ഒരു മെമ്പറെ എക്സ്പെൽ ചെയ്യുന്നത്. സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കുകയും 2/3 മെജോറിറ്റിയുടെ റെസൊല്യൂഷൻ പാസ്സാവുകയും വേണം ഒരു മെമ്പറെ എക്സ്പെൽ ചെയ്യുന്നതിന്. സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കാൻ അധികാരമുള്ളത് മാനേജിംഗ് കമ്മിറ്റിക്കും രജിസ്ട്രാർക്കുമാണ്. അറ്റ് എനി ടൈം, ഏത് സമയത്ത് വേണമെങ്കിലും സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കാം. അതാണ് അടുത്ത ചോദ്യം. ദ കമ്മിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി മേ കോൾ ദ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് ദ സൊസൈറ്റി. ദ കമ്മിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി മേ കോൾ ദ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് ദ സൊസൈറ്റി. ഓപ്ഷൻസ്: അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ, അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ മന്ത്, within 3 months from the completion of the cooperative year. Option D, at any time. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, അറ്റ് എനി ടൈം. ഏത് സമയത്തും സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കാം. അതൊരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നത്. ഏത് സെക്ഷനിലാണ് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിങ്ങിനെ കുറിച്ച് പറയുന്നത്? KCS ആക്ടിൻ്റെ സെക്ഷൻ 30ലും KCS റൂൾസിൻ്റെ റൂൾ 36ലുമാണ് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിങ്ങിനെ കുറിച്ച് പറയുന്നത്. അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ പെർമനൻറ്റ് രജിസ്റ്റർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി? വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ പെർമനൻറ്റ് രജിസ്റ്റർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി? ഓപ്ഷൻസ്: രജിസ്റ്റർ ഓഫ് ഫ്ലൂയിഡ് റിസോഴ്സസ്, രജിസ്റ്റർ ഓഫ് ആപ്ലിക്കേഷൻ ഫോർ ആർബിട്രേഷൻ ആൻഡ് എക്സിക്യൂഷൻ, രജിസ്റ്റർ ഓഫ് ലോൺ ആപ്ലിക്കേഷൻ ഫ്രം സൊസൈറ്റീസ്, ജനറൽ ഇൻഫർമേഷൻ രജിസ്റ്റർ. ഉത്തരം ഓപ്ഷൻ ബി, രജിസ്റ്റർ ഓഫ് ആപ്ലിക്കേഷൻ ഫോർ ആർബിട്രേഷൻ ആൻഡ് എക്സിക്യൂഷൻ. അതൊരു പെർമനൻറ്റ് രജിസ്റ്റർ അല്ല. സൊസൈറ്റി ബുക്സ് ആൻഡ് റെക്കോർഡ്സ് എത്ര കാലത്തേക്കാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് റൂൾ 31ലാണ്. ഏതൊക്കെ റെക്കോർഡുകളാണ് സൂക്ഷിക്കേണ്ടതെന്ന് പറയുന്നത് റൂൾ 29ലാണ്.
മിനിറ്റ്സ് ബുക്ക്, അഡ്മിഷൻ രജിസ്റ്റർ, ആക്ട് ആൻഡ് റൂൾസ്, നോമിനേഷൻ രജിസ്റ്റർ, ഡേ ബുക്ക്, ക്യാഷ് ബുക്ക്, ഡെപ്പോസിറ്റ് ആൻഡ് ബോറോവിംഗ് ലെഡ്ജർ, registration certificate together with the registered bylaws, amendment to bylaws, register of members eligible to vote, reserve fund register, audit certificate, general ledger, investment ledger, liability register ഇങ്ങനെയുള്ള റെക്കോർഡ്സുകളൊക്കെ സൊസൈറ്റി പെർമനൻ്റ് ആയിട്ട് സൂക്ഷിക്കേണ്ടവയാണ്. അടുത്ത ചോദ്യം, ഇഫ് ദ പ്രസിഡന്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഡിസൈഡ്സ് ടു ടെൻഡർ ഹിസ് റെസിഗ്നേഷൻ, ദ ലെറ്റർ ഓഫ് റെസിഗ്നേഷൻ ഷാൽ ബി പ്ലേസ്ഡ് ബിഫോർ ദ ഡാഷ് ഫോർ കൺസിഡറേഷൻ. If the president of a cooperative society desires to tender his resignation, the letter of resignation shall be placed before the dash for consideration. Options: Managing Committee, Chief Executive, Registrar, Chief Executive or Registrar. ഏതാണ് ഉത്തരം? അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കേണ്ടത് ആർക്കാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ, മാനേജിംഗ് കമ്മിറ്റി. പ്രസിഡന്റ് റെസിഗ്നേഷൻ ലെറ്റർ വെക്കേണ്ടത് മാനേജിംഗ് കമ്മിറ്റിയുടെ മുമ്പാകെയാണ്. മാനേജിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കേണ്ടത് പ്രസിഡന്റിനാണ്. എനി കംപ്ലൈൻറ്റ് വിത്ത് റിഗാർഡ്സ് ടു ദ ഇഷ്യൂ ഓഫ് ഐഡൻറ്റിറ്റി കാർഡ് ടു മെമ്പേഴ്സ് ഡ്യൂറിംഗ് ദ ഇലക്ഷൻ പീരീഡ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി സെറ്റിൽഡ് ബൈ ഡാഷ് അറ്റ്ലീസ്റ്റ് ഡാഷ് ബിഫോർ ദ ഡേറ്റ് ഓഫ് പോൾ. എനി കംപ്ലൈൻറ്റ് വിത്ത് റിഗാർഡ്സ് ടു ദ ഇഷ്യൂ ഓഫ് ഐഡൻറ്റിറ്റി കാർഡ് ടു മെമ്പേഴ്സ് during the election period of a cooperative society shall be settled by dash at least dash before the date of poll. Options: Returning Officer 5 days, Chief Executive 3 days, Electoral Officer 2 days, Election Commission 3 days. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ സി, ഇലക്ടറൽ ഓഫീസർ 2 days. അതായത് complaint with regards to the issue of identity card to members during the election period of a cooperative society shall be settled by electoral officer at least 2 days before the poll. Dash may issue regulations regarding the administration, utilization of funds and maintenance of books and records of cooperative member relief fund. Dash may issue regulations regarding the administration, utilization of funds and maintenance of books and records of cooperative member relief fund. Options: Government, Registrar, 3 members committee, all of the above. ഉത്തരം ഓപ്ഷൻ എ, ഗവൺമെൻറ്. അതായത് കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റെഗുലേഷൻസ് ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. 3 മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണ് ഈ ഒരു ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്. കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ടിനെ കുറിച്ച് പറയുന്നത് റൂൾ 53A റൂൾ 53A കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ടിനെ കുറിച്ച് പറയുന്നത്. കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ടിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, യൂട്ടിലൈസേഷൻ, മെയിൻ്റനൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റെഗുലേഷൻസ് ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. Mode of investment of reserve fund of a cooperative society is specified in dash KCS rules 1969. Mode of investment of reserve fund of a cooperative society is specified in dash KCS rules 1969. Options: Rule 59, Rule 60, Rule 61, Rule 62. ഉത്തരം ഓപ്ഷൻ ബി, റൂൾ 60. മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് റിസർവ് ഫണ്ടിനെ കുറിച്ച് പറയുന്നത് റൂൾ 60 റൂൾ 61 പറയുന്നത് ഒബ്ജക്റ്റ് ഓഫ് റിസർവ് ഫണ്ട് ആൻഡ് ഡിസ്പോസൽ ദെയറോഫ് ഓൺ ദ വൈൻഡിങ് അപ്പ് ഓഫ് എ സൊസൈറ്റി. റൂൾ 62 റൈറ്റിംഗ് ഓഫ് ബാഡ് ഡെറ്റ്സ് ആൻഡ് ലോസസിനെ കുറിച്ച് പറയുന്നു. റൂൾ 63 മെയിൻ്റനൻസ് ഓഫ് ഫ്ലൂയിഡ് റിസോഴ്സസിനെ കുറിച്ച് പറയുന്നത്. റൂൾ 63 ഇമ്പോർട്ടൻ്റ് ആണ്, മെയിൻ്റനൻസ് ഓഫ് ഫ്ലൂയിഡ് റിസോഴ്സസ് ബൈ സൊസൈറ്റി. അപ്പോൾ മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് റിസർവ് ഫണ്ടിനെ കുറിച്ച് പറയുന്ന റൂളാണ് റൂൾ 60. Section 98 of the KCS Act 1969 deals with Section 98 of the KCS Act 1969 deals with options: address of a society, copy of Act, rules and bylaws to be opened for inspection, tribunal, registrar, etc. to have certain powers of civil court, orders to be pronounced. KCS Act 1969 98ാമത്തെ സെക്ഷനിൽ എന്താണ് പറയുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി, ട്രിബ്യൂണൽ, രജിസ്ട്രാർ എക്സെട്ര ടു ഹാവ് സെർട്ടൻ പവേഴ്സ് ഓഫ് സിവിൽ കോർട്ട്. അഡ്രസ് ഓഫ് സൊസൈറ്റിനെ കുറിച്ച് സ്പെസിഫൈ ചെയ്യുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 96.
കോപ്പി ഓഫ് ആക്ട് റൂൾസ് ആൻഡ് ബൈലോസ് ടു ബി ഓപ്പൺ ടു ഇൻസ്പെക്ഷൻ, അത് സെക്ഷൻ 97 പറയുന്നു. ഓർഡേഴ്സ് ടു ബി പ്രൊനൗൺസ്ഡ് സ്പെസിഫൈ ചെയ്യുന്ന സെക്ഷൻ 99. അപ്പോൾ സെക്ഷൻ 98 ഓഫ് ദ KCS ആക്ട് 1969 ഡീൽസ് വിത്ത് ട്രിബ്യൂണൽ, രജിസ്ട്രാർ എക്സെട്ര ടു ഹാവ് certain powers of civil court. The structure and powers of Board of Management of Kerala Bank shall be as may be. The structure and powers of Board of Management of Kerala Bank shall be as may be. Option specified in the Act and Rules. Directed by the Registrar. Directed by the RBI from time to time. Prescribed in the bylaws of the bank. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, പ്രിസ്ക്രൈബ്ഡ് ഇൻ ദ ബൈലോസ് ഓഫ് ദ ബാങ്ക്. കേരള ബാങ്കിൻ്റെ ബോർഡ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ അധികാരങ്ങളും ഘടനകളും പറഞ്ഞിരിക്കുന്നത് ബാങ്കിൻ്റെ ബൈലോസിലാണ്. ഈച്ച് എംപ്ലോയി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ മിനിസ്റ്റീരിയൽ കേഡർ ഷാൽ ബി ഡെപ്യൂട്ടഡ് ബൈ ദ ഡാഷ് ഫോർ എ ഷോർട്ട് ടേം ട്രെയിനിങ് പ്രോഗ്രാം വൺസ് ഇൻ എവരി ഡാഷ് ഇയേഴ്സ്. Each employee of a cooperative society in the ministerial cadre shall be deputed by the dash for a short-term training program once in every dash years. Options: committee 3 years, president 2 years, registrar 3 years, government 5 years. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. കമ്മിറ്റിയും 3 years, അതായത് ഈച്ച് എംപ്ലോയി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ മിനിസ്റ്റീരിയൽ കേഡർ ഷാൽ ബി ഡെപ്യൂട്ടഡ് ബൈ ദ കമ്മിറ്റി ഫോർ എ ഷോർട്ട് ടേം ട്രെയിനിങ് പ്രോഗ്രാം വൺസ് ഇൻ എവരി 3 years. ഓരോ 3 വർഷം കൂടുമ്പോഴുമാണ് ഷോർട്ട് ടേം ട്രെയിനിങ് പ്രോഗ്രാം മിനിസ്റ്റീരിയൽ കേഡറിലുള്ള എംപ്ലോയീസിന് കൊടുക്കുന്നത്. 2024 ഓഗസ്റ്റ് 11 നടന്ന അസിസ്റ്റൻറ്റ് സെക്രട്ടറി എക്സാമിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.